ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെ. ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ വധം. ഫ്രാൻസിസ് ഫെർഡിനാൻഡ് വധിക്കപ്പെട്ട നഗരം സരാജവോ, ബോസ്നിയയുടെ തലസ്ഥാനം. ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ച സെർബിയൻ വിദ്യാർത്ഥി ഗാലോ പ്രിൻസിപ്പ്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളാണ് ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളാണ് ആസ്ട്രിയ ഹംഗറി, ജർമ്മനി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വംശീയ പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കപ്പെട്ട വംശീയ പ്രസ്ഥാനം പാൻസ്ലാവ് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യത്തെ രാജ്യം റഷ്യ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നാശം വിതച്ച ജർമ്മൻ കപ്പൽ പാന്തർ. ലോകത്താദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യം ബ്രിട്ടൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സേന തകർത്ത ബ്രിട്ടീഷ് യാത്രാ കപ്പൽ ലൂസിറ്റാനിയ. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കപ്പെട്ട വംശീയ പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ആദ്യത്തെ രാജ്യം ബൾഗേറിയ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിഷവാതകം ഉപയോഗിച്ച രാജ്യം ജർമ്മനി. മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം വെർഡൻ യുദ്ധം. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നടന്ന യുദ്ധം ജറ്റ്ലൻഡ് നാവിക യുദ്ധം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സമാധാന ഉടമ്പടികൾ രൂപം കൊണ്ട സ്ഥലം പാരീസ്. പാരീസ് സമ്മേളനത്തിൽ തയ്യാറാക്കപ്പെട്ട ഉടമ്പടികളുടെ എണ്ണം 5. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ ഹെർബർട്ട് ഹെൻറി, ലോയിഡ് ജോർജ്. മഹായുദ്ധാനന്തകാലത്തെ ജർമ്മൻ ചക്രവർത്തി കൈസർ വില്യം II. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ആസ്ട്രിയൻ രാജവംശം ഹാംസ്ബർഗ് രാജവംശം. സർവ്വരാജ്യ സഖ്യം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട സമാധാന സംഘടന 1920 ജനുവരി 10 നിലവിൽ വന്നു. ആസ്ഥാനം ജനീവ. ലീഗ് ഓഫ് നേഷൻസിൽ അംഗമല്ലാതിരുന്ന പ്രബല രാജ്യം USA. സ്ഥാപക അംഗരാജ്യങ്ങൾ 42. രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെ. രണ്ടാം ലോക മഹായുദ്ധത്തിനു മുൻപുള്ള ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ഉടമ്പടി മ്യൂണിക് ഉടമ്പടി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം സുഡറ്റൻലാൻഡ്. രണ്ടാം ലോക മഹായുദ്ധ കാരണം ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. യുദ്ധകാലത്തെ രണ്ട് പ്രധാന ചേരികൾ അച്ചുതണ്ട് ശക്തികൾ, ഐക്യരാഷ്ട്രങ്ങൾ അഥവാ സഖ്യകക്ഷികൾ. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഐക്യരാഷ്ട്രങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, USA. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ നൽകിയിരുന്ന രാജ്യം അമേരിക്ക. ജർമ്മനിയുടെ റഷ്യൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ബാർബോസ. ജർമ്മനി റഷ്യയോട് പരാജയപ്പെട്ട വർഷം 1943. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം സംഭവിച്ച രാജ്യം റഷ്യ. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം. ആദ്യമായി അണുബോംബ് ആക്രമണം നടന്ന യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം. ആദ്യമായി അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരം ഹിരോഷിമ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് ലിറ്റിൽ ബോയ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യ തോൽവി സമ്മതിച്ച രാജ്യം ഇറ്റലി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം തോൽവി സമ്മതിച്ച രാജ്യം ജപ്പാൻ. ജപ്പാൻ പരാജയം സമ്മതിച്ച വർഷം 1945 സെപ്റ്റംബർ 2. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച ലോക നേതാക്കൾ റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941 ഓഗസ്റ്റ് 14. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോകശക്തികൾ അമേരിക്ക, റഷ്യ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടത്തിലൂടെ നേട്ടമുണ്ടാക്കിയ രാജ്യം അമേരിക്ക. ക്രിമിയൻ യുദ്ധം.
റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി, സെർബീനിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധം. ക്രിമിയൻ യുദ്ധ കാലഘട്ടം 1753-56. ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ ബാൾക്കൻ നയം പ്രഖ്യാപിച്ചത് റഷ്യ. ക്രിമിയൻ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി. ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിത ഫ്ലോറൻസിംഗ് നൈറ്റിംഗേൾ. ചരിത്രത്തിലെ ഏറ്റവും അനാവശ്യ യുദ്ധം എന്നറിയപ്പെടുന്നത് ക്രിമിയൻ യുദ്ധം. കിഴക്കൻ യുദ്ധം, റഷ്യൻ യുദ്ധം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ക്രിമിയൻ യുദ്ധം. കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ചൈന, ബ്രിട്ടൻ. കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത ചൈനീസ് രാജവംശം ക്വിങ് രാജവംശം. ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത് 1839 മുതൽ 42 വരെ. രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത് 1856 മുതൽ 1860 വരെ. ഒന്നാം കറുപ്പ് യുദ്ധത്തോടനുബന്ധിച്ച് ബ്രിട്ടൻ പിടിച്ചെടുത്ത തുറമുഖം ഹോങ്കോങ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടി. ഹോങ്കോങ് ചൈന തിരിച്ചു പിടിച്ച വർഷം 1997.